ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മെറ്റ്കെട്ടിക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഹിക്വിഷൻ DVR റെക്കോർഡ് ചെയ്ത ഒരു വീഡിയോ നമുക്ക് നമ്മുടെ ഒരു പെൻഡ്രൈവ് ഉപയോഗിച്ച് പെൻഡ്രൈവിലേക്ക് കോപ്പി ചെയ്യുന്നത് എങ്ങനെയാണ്, അത് നമ്മുടെ ഒരു ഫോണിലേക്ക് എങ്ങനെയാണ് ആ ഒരു വീഡിയോ ക്ലാരിറ്റി കുറയാതെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാകുന്ന രീതിയിൽ പെൻഡ്രൈവിലേക്ക് മാറ്റി അതിനുശേഷം മൊബൈലിലേക്ക് മാറ്റുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. പലരും CCTV റെക്കോർഡ് ചെയ്ത വീഡിയോ മറ്റുള്ളവർക്ക് സെൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മൊബൈലിൻ്റെ ക്യാമറ ഓണാക്കിയിട്ടൊക്കെയാണ് അതിൻ്റെ റെക്കോർഡിങ് എടുക്കാറുള്ളത്. അതിനേക്കാൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടും ആ ഒരു വീഡിയോയുടെ ക്ലാരിറ്റി കുറയാതിരിക്കാൻ വേണ്ടിയിട്ടും നമ്മൾ DVRന്ന് ഡയറക്റ്റ് പെൻഡ്രൈവിലേക്ക് കോപ്പി ചെയ്യുകയാണ് വേണ്ടത്. എന്നിരുന്നാലേ നമുക്ക് ആ ഒരു വീഡിയോ വളരെ വ്യക്തമായിട്ട് മനസ്സിലാവുന്ന രീതിയിൽ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവും. അപ്പോൾ അത് എങ്ങനെയാണ് പെൻഡ്രൈവിലേക്ക് കോപ്പി ചെയ്യുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കണ്ടു നോക്കാം. ആദ്യം നമുക്ക് DVRൻ്റെ USB പോർട്ടിൽ നമ്മൾ USB കണക്ട് ചെയ്യേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മുടെ മൗസ് കണക്ട് ചെയ്യാത്ത USB പോർട്ട് ഉണ്ടാവും. ആ പോർട്ടിൽ നമ്മൾ ഒരു USB കണക്ട് ചെയ്യേണ്ടത്. ഇതിന് രണ്ടാമത്തെ പോർട്ടിൽ മൗസ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ പോർട്ടിൽ നമ്മളൊരു USB കണക്ട് ചെയ്തു. ഇനി അതിന് ശേഷം നമ്മൾ DVRൻ്റെ മെനുവിൽ കയറിയിട്ട് നമുക്ക് ആ റെക്കോർഡിംഗ് ഒന്ന് ചെക്ക് ചെയ്യാം. ഏത് സമയത്തത്തെ റെക്കോർഡിംഗ് ആണോ നമുക്ക് പെൻഡ്രൈവിലേക്ക് കോപ്പി ചെയ്യേണ്ടത്, ആ ഒരു വീഡിയോ നമ്മൾ പറക്കേൽപ്പിക്കുക. അതിന് മെനുവിൽ പ്ലേ ബാക്ക് എന്ന ഓപ്ഷൻ എടുക്കാം. അപ്പോൾ നമുക്ക് ഏത് ദിവസത്തെ റെക്കോർഡിംഗ് വേണം. ഇപ്പോൾ റെക്കോർഡിംഗ് ആയ ഡേയ്സ് ഇവിടെ കാണിക്കുന്നുണ്ട്. ഈ ബ്ലൂ കളർ കാണിക്കുന്നുണ്ട്. ഒക്ടോബർ 4-ാം തീയതി, 3-ാം തീയതി, 2-ാം തീയതി ഒക്കെ റെക്കോർഡിംഗ് ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു കളറിൽ ബ്ലൂ കളർ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് 3-ാം തീയതിത്തെ റെക്കോർഡിംഗ് ആണ് നമുക്ക് ഈ പെൻഡ്രൈവിലേക്ക് കോപ്പി ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 3-ാം തീയതി 3 ഡേറ്റ് സെലക്ട് ചെയ്യുന്നു. നമ്മൾ ക്യാമറ ഈ രണ്ട് ക്യാമറയാണ് നമ്മൾ സെലക്ട് ചെയ്തത്. അപ്പോൾ അതിൽ നമുക്ക് രാവിലെ ഒരു 10 മണി സമയത്തുള്ള ഒരു റെക്കോർഡിങ് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇവിടെ ഒരു ജീപ്പ് വന്നിട്ടുണ്ട്, ഒരു വണ്ടി വന്നിട്ടുണ്ട്. ഈ വാഹനം വന്ന ഈ ജീപ്പ് വന്ന ഒരു സംഭവം നമുക്ക് പെൻഡ്രൈവിലേക്ക് കോപ്പി ചെയ്യാം. അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അതായത് നമുക്ക് എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് ഉണ്ടാകുമ്പോൾ ആ ഒരു സംഭവം കോപ്പി ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്. അതായത് എന്തെങ്കിലും ആക്സിഡൻറ്റ് ഉണ്ടായാലോ അല്ലെങ്കിൽ എന്തെങ്കിലും മോഷണം സംഭവിച്ചാലോ അങ്ങനെ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് വളരെ വ്യക്തമായിട്ട് പെൻഡ്രൈവിലേക്ക് കോപ്പി ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സംഭവം ചെയ്യുന്നത്, പെൻഡ്രൈവിലേക്ക് കോപ്പി ചെയ്യുന്നത്. അപ്പോൾ അത് ഇതിൽ രണ്ടാമത്തെ ക്യാമറയാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ക്യാമറ 1 എന്നുള്ള ടിക്ക് ഒഴിവാക്കിയിട്ട് ക്യാമറ 2 മാത്രം സെലക്ട് ചെയ്യാം. അതായത് രണ്ടാമത്തെ ക്യാമറയാണ് നമ്മൾ പെൻഡ്രൈവിലേക്ക് കോപ്പി ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു 10 മണി 10:17 നമുക്കത് ഈ ഒരു സമയം മുതൽ ഇപ്പോൾ 9:54 സമയം. 9:54 ഇപ്പം 10 മണിയായി. ഈ 10 മണിക്കുള്ള ടൈം 10 മണി മുതൽ 10:10 വരെ അല്ലെങ്കിൽ 10:20 വരെയാണ് ഞാൻ ഈ പെൻഡ്രൈവിലേക്ക് കോപ്പി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫസ്റ്റിൽ ഇവിടെ ഈ 10 മണിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്തു. അതായത് അതിൻ്റെ 10 മണി സമയത്താണ് ഇപ്പോൾ ഈ വർക്ക് ചെയ്യുന്നത്. അതിനുശേഷം നമ്മളിവിടെ ഒരു കത്രികൻ്റെ ചിഹ്നം കാണുന്നുണ്ട്. സ്റ്റാർട്ട് ക്ലിപ്പിംഗ് കോർണറിൽ ലെഫ്റ്റ് സൈഡിൽ കോർണറിൽ സ്റ്റാർട്ട് ക്ലിപ്പിംഗ് ഈ കത്രികൻ്റെ ചിഹ്നത്തുമ്മ മൗസ് പോയിന്റർ വെക്കുമ്പോൾ കാണുന്നുണ്ട്. അതിൽ ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്യാം. സ്റ്റാർട്ട് ക്ലിപ്പിംഗ് അതായത് നമ്മൾ പെൻഡ്രൈവിലേക്ക് കോപ്പി ചെയ്യാൻ ഉദ്ദേശിച്ച ആ ഒരു ടൈമിൽ ഫസ്റ്റിൽ സ്റ്റാർട്ട് ക്ലിപ്പിംഗ്. പിന്നെ നമുക്ക് ഏത് വരെ വേണം എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു മഞ്ഞ ലൈൻ ഉണ്ടല്ലോ, ഈ ലൈനൊന്ന് ജസ്റ്റ് ഒന്ന് നീക്കി കൊടുക്കാം. അതായത് ആ ഒരു സമയം വരെയാണ്. ഇപ്പോൾ 10:30 സമയം 10:30 അപ്പോൾ 10 മണി മുതൽ 10:30 വരെയുള്ള ബാക്കപ്പാണ് കയറുക. 10:27 അപ്പോൾ നമുക്ക് 10:20 വരെയുള്ള ബാക്കപ്പാണ് നമ്മൾ കോപ്പി ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ 10:20 അതിന് ശേഷം ഈ ടൈം സെലക്ട് ചെയ്തതിന് ശേഷം, അതായത് ഇങ്ങനെ ഈ മൗസ് പോയിന്റർ ക്ലിക്ക് ചെയ്തതിന് ശേഷം
വീണ്ടും ഈ കത്രികൻ്റെ മുകളിൽ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്യാണ്. അപ്പോൾ അവിടെ സ്റ്റോപ്പ് ക്ലിപ്പിംഗ് എഴുതി കാണിക്കുന്നുണ്ട്. അതിൽ വീണ്ടും ഒന്നുകൂടെ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിപ്പോൾ നമ്മൾ 10 മണി മുതൽ 10:20 വരെ നമ്മൾ സെലക്ട് ചെയ്തു. അതിന് ശേഷം നമുക്കിവിടെ ഈ ഒരു സെറ്റിങ്സിൻ്റെ ചിഹ്നം പോലെ ഒരു ചക്രം കാണുന്നുണ്ട്. അതിൻ്റെ മൗസ് പോയിന്റർ വെച്ച് കഴിഞ്ഞാൽ ഫയൽ മാനേജ്മെൻറ്റ് എന്ന് കാണിക്കും. അത് നമ്മൾ സെലക്ട് ചെയ്യാം. ഒരു പ്രാവശ്യം മൗസ് പോയിന്റർ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത ആ ഒരു A2 എന്ന് പറഞ്ഞ രണ്ടാമത്തെ ക്യാമറൻ്റെ അതാണ് ആ ഒരു ഫയലിലൂടെ കാണിക്കുന്നുണ്ട്. അത് ഡേറ്റ് 3/10/2020 10:01 മുതൽ 10:20 വരെ ആ ഒരു ടൈമും ഇവിടെ കാണിക്കുന്നുണ്ട്. എന്നിട്ട് അതിന് ശേഷം നമുക്ക് ഈ ഒരു സെലക്ട് ചെയ്യാം. ക്യാമറ നമ്പർ എന്നുള്ളത് A2 സെലക്ട് ചെയ്യാം. ചെയ്തതിന് ശേഷം എക്സ്പോർട്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. എക്സ്പോർട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഇങ്ങനെയാണ് വരിക. ഇത് നമ്മളെ പെൻഡ്രൈവിലുള്ള ഫോൾഡറുകളാണ്. നമ്മളിതിലേക്ക് കണക്ട് ചെയ്തുള്ള ഈ USB-യിലുള്ള കാര്യങ്ങളാണ് ആൻഡ്രോയിഡ് ബാക്കപ്പ് ഡോക്യുമെൻറ്റ്സ് എന്നൊക്കെ കാണിക്കുന്നത്. അതിലുള്ള ഫോൾഡറുകളാണ് കാണിക്കുന്നത്. പിന്നെ ഇവിടെ അതിൻ്റെ പെൻഡ്രൈവിൻ്റെ ഫ്രീ സ്പേസും കാണിക്കുന്നുണ്ട്. 7254 അതാണ് നമ്മുടെ പെൻഡ്രൈവിൻ്റെ ഫ്രീ സ്പേസ്. ആ ഒരു ഫ്രീ സ്പേസിലേക്കാണ് നമ്മുടെ സെലക്ട് ചെയ്ത ഫയൽ കയറുന്നത്. ഇവിടെ നമുക്ക് പെൻഡ്രൈവിലേക്ക് കോപ്പി ആവേണ്ട ഫയൽ ഫോർമാറ്റ് ഇവിടെ കാണിക്കുന്നുണ്ട്. MP4 സിപ്പ് ഒരുപാട് ഫോർമാറ്റുകളുണ്ട്. നമുക്ക് മൊബൈലിലൊക്കെ വർക്ക് ചെയ്യിപ്പിക്കാവുന്ന രീതിയിലാണെന്നുണ്ടെങ്കിൽ ഈ AVI ഫോർമാറ്റ് സെലക്ട് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ഈ കോപ്പി ചെയ്യുന്ന ഫയൽ നമ്മുടെ ഫോണിൽ തന്നെ വർക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ AVI ഫോർമാറ്റ് ആണ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ AVI എന്ന് സെലക്ട് ചെയ്തു. അതിനുശേഷം നമ്മൾ താഴെ എക്സ്പോർട്ട് എന്ന് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇങ്ങനൊരു ഓപ്ഷനാണ് വരിക, വീഡിയോ ആൻഡ് ലോഗ് പ്ലെയർ. അപ്പോൾ ഈ വീഡിയോ ആൻഡ് ലോഗിൽ ഒരു ടിക്ക് ഓൾറെഡി ഉണ്ട്, അത് അവിടെ തന്നെ നോട്ടെ. എന്നിട്ട് അതിന് ശേഷം ഓക്കെ എന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ഫയൽ DVR-ൽ നിന്നും പെൻഡ്രൈവിലേക്ക് കോപ്പി ആവുന്നതാണ് ഇപ്പോൾ ഇവിടെ കാണിക്കുന്നത്. നമ്മൾ പെൻഡ്രൈവിലേക്ക് കോപ്പി ചെയ്യുമ്പോൾ കുറഞ്ഞ സമയം മാത്രം, അതായത് എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് ഉണ്ടെങ്കിൽ ആ ഒരു സമയം മാത്രം ബാക്കപ്പ് ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ എല്ലാ ഫയലും കൂടെ ഒരുമിച്ച് അല്ലെങ്കിൽ ഒരു ദിവസത്തെ ഫയൽ കംപ്ലീറ്റ് ആയിട്ട് പെൻഡ്രൈവിലേക്ക് കോപ്പി ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ടൈം എടുക്കും. ഇത് വളരെ പെട്ടെന്നായിട്ട് കുറഞ്ഞ സമയം 20 മിനിറ്റാണ് നമ്മളിപ്പോൾ 20 മിനിറ്റിൻ്റെ ഒരു ക്യാമറ മാത്രമാണ് നമ്മളിതിലേക്ക് ചെയ്തത്, എക്സ്പോർട്ട് ചെയ്തത്. അതുകൊണ്ട് വളരെ പെട്ടെന്നായിട്ട് ഇതിൽ കയറിയിട്ടുണ്ട്. എക്സ്പോർട്ട് ഫിനിഷ്ഡ് എന്ന് വന്നിട്ടുണ്ട്. ഓക്കെ എന്ന് ക്ലിക്ക് ചെയ്യാം. അതായത് ഇപ്പോൾ നമ്മുടെ പെൻഡ്രൈവിലേക്ക് കയറിയിട്ടുണ്ട്. എന്നിട്ട് അതിന് ശേഷം നമ്മൾ ഈ പെൻഡ്രൈവ് ഇതിൽ നിന്ന് അയച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അയച്ചെടുത്തതിന് ശേഷം നമുക്ക് ആ ഒന്ന് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കാം. ഇതിൻ്റെ ഫോണിൽ ഒരു OTG കേബിൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ കേബിളിൽ തന്നെ ഡയറക്റ്റ് നമുക്ക് പെൻഡ്രൈവ് കണക്ട് ചെയ്യാം. അങ്ങനെ പെൻഡ്രൈവ് ഞാൻ അതിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കോപ്പി ചെയ്ത ആ ഒരു സംഭവം നമുക്ക് കാണുന്നതിന് വേണ്ടിയിട്ട്. എന്നിട്ട് അതിൽ പെൻഡ്രൈവിൽ കാണിക്കുന്നുണ്ടോ നമ്മൾ കോപ്പി ചെയ്തത് അതിൽ ശരിയായിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത ആ ഒരു ഫയൽ ഇതാ ഇവിടെ കാണിക്കുന്നുണ്ട്. ഇതാണ് ആ ഒരു വീഡിയോ. ഓപ്പൺ ചെയ്ത് നോക്കാം. വളരെ ക്ലിയർ ആയിട്ട് ആ ഒരു വീഡിയോ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇങ്ങനെ നമ്മൾ കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ വളരെ വ്യക്തമായിട്ട് നമുക്ക് ആ ഒരു വീഡിയോ നല്ല വ്യക്തമായിട്ട് ആ ഒരു ക്ലാരിറ്റിയിൽ തന്നെ കിട്ടും. നമ്മുടെ മൊബൈൽ ഡയറക്റ്റ് സ്ക്രീനിൽ നിന്ന് റെക്കോർഡ് ചെയ്യുന്നതിനേക്കാളിലൊക്കെ ഒരുപാട് ക്ലാരിറ്റിയിൽ നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് ആ വരുന്ന വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് വരെ വളരെ വ്യക്തമായിട്ട് നമുക്ക് ഇതിൽ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്.
അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പെൻഡ്രൈവിലേക്ക് കോപ്പി ചെയ്യുന്നത്. എന്നിട്ട് മൊബൈലിൽ കാണുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെ OTG കേബിളും കണക്ട് ചെയ്ത് നമുക്ക് ഡയറക്റ്റ് ഫോണിൽ തന്നെ ആ ഒരു വീഡിയോ കാണാം. നമുക്ക് വാട്സപ്പ് വഴി സെൻഡ് ചെയ്യാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം ഇത് ഇങ്ങനെ ചെയ്യാൻ പറ്റും.